ഉത്തരേന്ത്യയിലുള്ള വരേണ്യ വിഭാഗക്കാർക്കും സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആളുകൾക്കും വലിയ ഭീഷണിയാണ്. അവിടുത്തെ പാവപ്പെട്ടവർ സാമ്പത്തികമായി വളരുന്നത്, വിദ്യാഭ്യാസം വിവരമുണ്ടാകുന്നത്. ക്രൈസ്തവ മിഷണറിമാർ പാവപ്പെട്ട, പുറന്തള്ളപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, അധകൃതരായ ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ അവരെ നിത്യകാലത്തേക്ക് അടിമകളായിട്ട് ഇത്തരം ആളുകൾക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് അവർ മതമർദ്ദനവും മതപരിവർത്തനമെന്ന വാക്കുപയോഗിച്ച് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വിവരമുള്ള ആർക്കും തിരിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇനിമേൽ നിങ്ങൾക്ക് മറച്ചു വയ്ക്കുവാൻ സാധിക്കുകയില്ല. ഉത്തരേന്ത്യയിൽ ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും കേരളത്തിൽ വന്ന് തോളൽ കൈയിട്ടിട്ട് ഞങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നില്ലേ, കാപട്യം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞങ്ങൾ ആർക്കും എതിരല്ല, ആർക്കും അനുകൂലവുമല്ല. ഞങ്ങളെ എതിർക്കുന്നവരെ തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ക്രൈസ്തവർക്കുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇതൊന്നും ഞങ്ങളുടെ ആരുടെയും ഓസാരമല്ല ഞങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെയും ആനുകൂല്യമൊന്നുമല്ല. ഇവിടെ ഭരണഘടന ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള അവകാശമാണ്. ക്രൈസ്തവൻ ഇവിടെ 2000 വർഷമായിട്ട് ജീവിക്കുന്ന ഇന്ത്യൻ പൗരനാണ്. ഈ ഇന്ത്യൻ പൗരന് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ലഭിക്കണം. അതൊരു ക്രൈസ്തവനായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ഒരുപോലെയാണ്. അവിടെ ഹിന്ദുവിന് കൂടുതൽ അവകാശം, ക്രിസ്ത്യാനിക്ക് കൂടുതൽ അവകാശം, മുസ്ലിമിന് കൂടുതൽ അവകാശം, അല്ലെങ്കിൽ കുറവ് അവകാശം എന്ന വ്യതിരിക്തതയില്ല. മതേതരത്തെ സംരക്ഷിക്കുന്ന പാർട്ടികളെ വിളിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് ഞങ്ങൾ പറയേണ്ടി വരുമെന്ന് അസന്നിഗ്ധമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.